നമ്മുടെ പുതിയ ഗവർണർ ഇന്നലെ നൈസായിട്ട് പിണറായിക്കിട്ടം താങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ ഗവർണർ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ച് ഒരു കമൻറ്റ് നടത്തിയിട്ടോ. അതിനിടയ്ക്ക് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ആർലേക്കർ പറഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ശരി, രണ്ട് കൈയും കൂട്ടിയിടിച്ചാലല്ലേ ഒച്ച കേൾക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാലത്ത് പിണറായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ പിണറായി ആണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു കാരണം എന്നല്ലേ ആർലേക്കർ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇതിപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളും ബാക്കി സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗമൊക്കെ ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു നരേറ്റീവ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്തോ വലിയ കുഴപ്പക്കാരനായിരുന്നു, അദ്ദേഹം പിണറായി വിജയനെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല വസ്തുത അതല്ല. പിന്നെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ചാൻസലർ ചെല്ലുമ്പോൾ അയാളെ കൂക്കി വിളിക്കുക, അയാൾക്കെതിരെ അവിടെ ബാനർ കെട്ടുക, അയാളെ കേറ്റില്ല എന്ന് പറയുക? അത് വേണമെങ്കിൽ പറയാം അത് SFIക്കാർ ചെയ്തതാണ്, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം. പക്ഷെ അത് പിണറായി വിജയൻ അടക്കം ഒരാളും അത് വിശ്വസിക്കില്ല. കാരണം SFI എന്തെങ്കിലും വിശേഷിച്ചും ഒരു ക്രിമിനലായിരുന്നു അതിൻ്റെ സെക്രട്ടറി. ഇപ്പോഴയാളാണോന്ന് എനിക്കറിയില്ല. മാറി ആ ക്രിമിനൽ സെക്രട്ടറി അയാൾ ഈസ് എ ക്രിമിനൽ. എന്ത് ചെയ്യാൻ പറ്റും? 17 കേസുകളുണ്ട്, പലതിലും വാറണ്ടാണ്. അതെ, അതെല്ലാത്തിലും അതെന്ന് വെച്ചാൽ കൊലപാതകം മുതൽ അറ്റംപ്റ്റ് ഓഫ് മർഡർ ഒടുങ്ങിയുള്ള ഇങ്ങനെ കേസുകളാണ്. അത് ആ കേസിലൊക്കെ ഉൾപ്പെട്ട് 10-17 കേസുകളിൽ ഉൾപ്പെട്ട് ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ ക്രിമിനൽ എന്നല്ലാണ്ട് വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിളിക്കുന്നത്. കൊലപാതകമില്ല, അറ്റംപ്റ്റ് മർഡർ ഉണ്ട്, കൊലപാതക ശ്രമം അതുണ്ടല്ലോ. കൊലപാതകം ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഫ്രൂട്ട്ഫുൾ ആയില്ല. അപ്പം അതിൻ്റെ പേരിൽ അതില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു SFI ഒരു സംഘടനയുടെ പ്രസിഡന്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആകാനുള്ള ഒരുത്തൻ്റെ യോഗ്യത 17 ക്രിമിനൽ കേസിൽ പ്രതിയാകലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംഘടനാ സംവിധാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ് അന്ന് ഈ സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഹേതു എന്നുകൂടി നമുക്ക് ഈ ഗവർണറുടെ ഈ പ്രസ്താവനയിൽ നിന്ന് വായിക്കാൻ പറ്റും. അല്ല, പിണറായിക്ക് മനസ്സറിവില്ലായിരുന്നെങ്കിൽ ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ. പിണറായിയുടെ സമ്മതത്തോടു കൂടിയാണ് അത് ചെയ്തത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം അല്ലെങ്കിൽ പിണറായി സമ്മതിക്കില്ല. പിണറായി സമ്മതിച്ചില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ MA ബേബി അടക്കം ആരും അനങ്ങാൻ പോകുന്നില്ല. പിണറായി സമ്മതിച്ചില്ലെങ്കിൽ MA ബേബി ജനറൽ സെക്രട്ടറി ആകില്ല. അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ബേബി മഹാനാണ് എന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു വിഭാഗമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബേബി മഹാനായ കാരണം മഹാനായ ബേബിക്ക് അങ്ങനെയൊന്നും ആകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. സാർ, ഈ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണറോട് ചോദിച്ചത്, അങ്ങ് മുഖ്യമന്ത്രിയായിട്ട് നല്ല ബന്ധമാണല്ലോ. നല്ല ബന്ധമാണ്, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കാൻ 2-3 മീറ്റിംഗ് ഉണ്ടായി, ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടോ എന്ന് ചോദിച്ചത്. ഉടനെ പുള്ളി പറഞ്ഞത് അദ്ദേഹമായിരുന്നു ശരി, 2 കൈ കൂട്ടിയിടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും ഒരു പിണറായി വിജയനെതിരായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? പിണറായി വിജയനെതിരെ അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന ഗവർണറുടെ ഉപദേശമാണ് അതിനകത്തുള്ളത്. ഒരു ഗവർണർ അങ്ങനെ ഉപദേശിക്കാൻ പാടുള്ളൂ. കാരണം ഇത് പോയിട്ട് ഈ ഗവർണറുടെ മെക്കിട്ട് കയറാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്താ, ഇത് ഇവരുടെ അടുക്കള പോരാണ്? അല്ലല്ലോ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ളത് ഭരണഘടനാപരമായ ബന്ധമാണ്. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമല്ല, ഭരണഘടനാപരമായിട്ടാണ്. അവർ രണ്ടുപേരും കേരളത്തിലെ ജനങ്ങൾ ആദരിച്ചത് വ്യക്തികളെന്ന നിലക്കല്ല, അവരുടെ പദവികൾ എന്ന നിലക്കാണ്. ദ റെസ്പെക്റ്റ് ഓൾവേസ് ഗോസ് നോട്ട് ടു ദ പേഴ്സൺ ബട്ട് ടു ദ പൊസിഷൻ. അത് ഇവർ മറന്നു പോവുകയാണ്. പിണറായി വിജയനല്ല മഹാൻ, മുഖ്യമന്ത്രി മഹാനാണെന്നാണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ. ആരിഫ് മുഹമ്മദ് ഖാനല്ല, ആ പൊസിഷൻ ഗവർണർ ഏതാണ്? അപ്പോൾ ആ പൊസിഷനിലിരിക്കുമ്പോൾ ഗവർണർക്ക് ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഗവർണറെ വെച്ചത്. മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്താനല്ല,
മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഭരണഘടന അനുസൃതമാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ടാണ്. അതെ, കേരളത്തിലെ കസ്റ്റോഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്, അതിൻ്റെ കസ്റ്റോഡിയനാണ്. പിന്നെ ഈ രാഷ്ട്രപതിയുടെ കാര്യം പറയുമ്പോൾ രാഷ്ട്രപതിക്ക് എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്, ലെജിസ്ലേച്ചറിൻ്റെ ഹെഡാണ്, ജുഡീഷ്യറിയുടെ ഹെഡാണ്, മിലിറ്ററിയുടെ ഹെഡാണ്. ഇതൊക്കെ ഉണ്ടേ. അതുപോലെ തന്നെയാണ് ഇവിടെ മിലിറ്ററി അടക്കമുള്ള കാര്യങ്ങൾ ഈ ഗവർണറുടെ കമാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷൻ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത് ഉറപ്പാക്കിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഭരണഘടനയുടെ ഇൻറ്റിഗ്രിറ്റിയും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഗവർണർ. അപ്പോൾ ഏതായാലും പിണറായിയും അല്ലെങ്കിൽ CPM കരുതുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ കേരള സർക്കാരിനെ അത്ര ഉപദ്രവിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല. അല്ല, ആരിഫ് മുഹമ്മദ് ഖാനും ഇവരെ ഉപദ്രവിച്ചിട്ടില്ല. ആ ഉപദ്രവം എന്നുള്ളൊരു വാക്കല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് ആ നിലപാടാണ് പറയുന്നത്. അതെന്താണ്? പ്രധാനമായിട്ടും സർവകലാശാലകളെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ അരങ്ങാക്കി മാറ്റാൻ പാടില്ല. ഇവരതാണല്ലോ ചെയ്യുന്നത്. അതെ, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിക്കുക, നിയമനം കൊടുക്കുക. അല്ല എന്ന് മാത്രമല്ല, എന്തോ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവരെയാണ് എടുത്തു വെക്കുന്നത്. അവരുടെ ഏക യോഗ്യത അവർ പാർട്ടിക്കാരാണ് എന്നുള്ളതാണല്ലോ. പാർട്ടി അംഗങ്ങളായിട്ടുള്ളവരല്ലേ എടുത്തു വെക്കുന്നത്. അതെ അതെ, പാർട്ടി അംഗങ്ങളല്ലാത്തവരെ യാതൊരു സ്ഥലത്തും എടുത്തു വെക്കാറുമില്ല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അതെ അതെ, ആ ഇന്ത്യ മുന്നണിയിൽപ്പെടാത്ത ആരെയും അവിടെ ഒന്നും അടുപ്പിക്കില്ല. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുള്ളവർ വന്നാൽ അവരെ പൊറുപ്പിക്കില്ല. ഇത് ഞങ്ങൾക്കാകാം, നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതായത് ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടിയിട്ടുള്ളവർ എന്ന് അവകാശപ്പെടുന്നവർ അവർ എവിടെ ഇരുന്നാലും അത് ശരി, അല്ലാത്തത് ചെന്നാൽ തെറ്റിത് എന്ത് ന്യായമാണെന്ന്. ഇത് ആരാണ് ഇതൊക്കെ അംഗീകരിക്കാൻ പോകുന്നത്? പക്ഷെ പൊതുവിലൊരു തോന്നലുണ്ട് CPMകാർക്ക്, പുതിയ ഗവർണറെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. പുതിയ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഗവർണറിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ ഗവർണറിൽ കാണുന്ന ഒരു കാര്യം, അദ്ദേഹം വളരെ സംയമനത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച്. പക്ഷേ ദൃഢമായ തീരുമാനങ്ങളുണ്ട്. തീരുമാനങ്ങളിൽ ദാർഢ്യം പ്രകടിപ്പിക്കുകയും പെരുമാറ്റത്തിൽ ലാളിത്യവും ഉണ്ട്. അദ്ദേഹം കോഴിക്കോട് പോകുന്നത് മറ്റേ വന്ദേ ഭാരതിലെ ട്രെയിനിലാണ്, സാധാരണക്കാരോടൊപ്പം ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് ട്രെയിനിൽ വെച്ചാണ് കണ്ടത്. ഈ ഗവർണർ വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തീവണ്ടി യാത്രക്കിടയിലാണ്. ഞാൻ ഇത് മൂകാംബിക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ ആ ട്രെയിനിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പരിചയപ്പെട്ട് പറഞ്ഞു ഞാനിങ്ങനെ ആളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞു ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്, അപ്പോൾ ഇതിലാണെങ്കിൽ സൗകര്യമാണ്. തൊട്ടടുത്തൊക്കെ ആളുകളിരിക്കുന്നു, അതിൻ്റെ നടുക്ക് പുള്ളി ഇരുന്നിട്ട് പുള്ളി വളരെ കൂളായിട്ട് യാത്ര ചെയ്യണ്. 2 പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ വളരെ ലളിത ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ അഭികാമ്യമായിട്ടുള്ള കാര്യം. പക്ഷേ തീരുമാനങ്ങളിൽ അദ്ദേഹം വളരെ ദൃഢബോധ്യത്തോടു കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മെക്കിട്ട് കീറി ശരിപ്പെടുത്താം എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അവരനുഭവിക്കേണ്ടി വരും. കാരണം പിന്നെ ഒരു ഭരണഘടന ഗവർണർ എന്നൊരു സ്ഥാപനത്തെ ഭരണഘടനാപരമായ ഒരു പൊസിഷൻ ഉണ്ടാക്കി ഇന്ത്യൻ ഭരണഘടന ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണെന്ന് ഇവർ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്? ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന്. അല്ല, അവർ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ സർക്കാർ ഇത്രയും കാലം അധികാരത്തിൽ വന്നിട്ട് അവരുടെ പാർട്ടിക്കാരല്ലാത്ത ആരെയെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അക്കാദമിക പൊസിഷനിൽ എടുത്തു വച്ചിട്ടുണ്ടോ? KN പണിക്കർ പാർട്ടി മെമ്പറായിരുന്നു. രാജൻ ഗുരുക്കൾ പാർട്ടി മെമ്പറാണ്. പാർട്ടി മെമ്പർ അല്ലാത്ത ഒരാളുടെ പേര് പറയൂ. അല്ല, അങ്ങനെ പാർട്ടിക്കാരല്ലാത്ത ഒരാളെ അവർ അംഗീകരിക്കില്ല. പാർട്ടി മെമ്പർ അല്ല എന്ന് പറയാവുന്ന പാർട്ടി സഹയാത്രികനാണ് മൈക്കിൾ തരകൻ. പാർട്ടി മെമ്പറല്ല എന്നാണ് മൈക്കിൾ തരകൻ. മൈക്കിൾ പാർട്ടി മെമ്പറല്ല, പക്ഷേ സഹയാത്രികനാണ്. സഹയാത്രികനെങ്കിലും ആയിരിക്കണം.
അല്ലെങ്കിൽ ഇല്ല. അല്ല, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ ഇവർ പരക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സംഘികൾക്ക് നിരങ്ങാനുള്ള സ്ഥലമല്ല രാജ്ഭവൻ. അദ്ദേഹം സംഘിയൊന്നും ആയിരുന്നില്ല. അങ്ങേർക്ക് സംഘിയുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ ഒരു ഒറിജിനൽ സംഘിയെ തന്നെ കിട്ടി. ഇദ്ദേഹം തൻ്റെ RSS പശ്ചാത്തലത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്താ RSSനൊരു കുഴപ്പം? അതെന്താ കുഴപ്പം? അത് ഇവർ പറയണ്ടത് എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്ന അത്രയും ദ്രോഹം ഒരു RSSകാരന് ഇന്ത്യയിൽ ആർക്കെതിരെയും ചെയ്തിട്ടില്ല. ഇവർ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇവർ വർഗസമര സിദ്ധാന്തം ഉപേക്ഷിച്ച് കഴിഞ്ഞോ? ഉത്തരം പറയേണ്ടതാണ്. ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന തത്വശാസ്ത്രം അപ്രസക്തമായി എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടോ? ഉത്തരം പറയേണ്ടതാണ്. വർഗസമര സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന വർഗം ഉപരിവർഗങ്ങളെ മുഴുവൻ ഉന്മൂലനാശം വരുത്തി അധികാരത്തിലെത്തണം എന്ന സിദ്ധാന്തം, ഉന്മൂലന സിദ്ധാന്തം ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? അത് അതിനെ നിഷേധിച്ചോ? ഇവർ മറുപടി പറയേണ്ടതാണ്. ഇവരെന്തടിസ്ഥാനത്തിലാണ് ഇവർ ഏതെങ്കിലും ഒരു പദവിയിൽ, അക്കാദമിക പദവിയിലോ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തോ അവരുടെ പാർട്ടിക്കാരനല്ലാത്ത ഒരാളെ എടുത്ത് വെച്ചത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. ഇവർക്ക് ഇതൊക്കെ ചെയ്യാം, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ലെന്നോ? കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യ വിരുദ്ധനല്ലേ? എന്നും അങ്ങനെ തന്നെയായിരുന്നു. 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒറ്റ കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് പത്രസ്ഥാപനം തുടങ്ങിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ. 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മഹാത്മാഗാന്ധി പോകുമ്പോൾ അദ്ദേഹത്തെ കുരുട്ട് കിളവൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഒറ്റുകൊടുക്കുന്നവൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇതൊക്കെ ഇല്ലെങ്കിൽ ഞാൻ തെളിവുകൾ സഹിതം എടുത്തു തരാം. ഇതൊക്കെ PC ജോർജിൻ്റെ പ്രസ്താവനയിലുള്ള കാര്യമാണ്. അന്നത്തെ പാർട്ടി സെക്രട്ടറി PC ജോർജിൻ്റെ അല്ല, PC ജോഷിയുടെ പ്രസ്താവനയിലുള്ള കാര്യമാണ്. അത് അന്നത്തെ ജനറൽ സെക്രട്ടറി അവർ വിശേഷിപ്പിച്ചതാണ്. ഗംഗാധർ അധികാരി ഇതൊക്കെ തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഗാന്ധിയോട് കള്ളം പറഞ്ഞു, ഗാന്ധി കള്ളമടക്കം പിടിച്ചു. എന്നിട്ട് ഇരുന്നുകൊണ്ട് ഇപ്പം ഈ പറയണ കേട്ട് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കണ്ടെത്തിയത് ഇവരാണെന്ന് തോന്നുന്നു. അവൻ്റെ പാർട്ടി സെക്രട്ടറിയൊക്കെ ബേബിയൊക്കെ പറയണ ഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ബേബി ഇങ്ങനെ നിൽക്കല്ലേ, രോമാഞ്ചം കൊണ്ട് നിൽക്കുകയാണ്. എന്ന് തുടങ്ങി ചൈനയുടെ യുദ്ധം വന്ന സമയത്ത് ചൈനയുടെ കൂടെയായിരുന്നു ഇവര്. പാവപ്പെട്ട VS അച്യുതാനന്ദൻ ചോര കൊടുത്തു എന്ന പേരിൽ അദ്ദേഹത്തെ ശാസിച്ച് നമ്മുടെ പട്ടാളക്കാർക്ക് ചോര കൊടുത്തതിൻ്റെ പേരിൽ ശാസിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരിയാണ്, ഇന്ത്യ വിരുദ്ധമായ നിലപാട്, ജനവിരുദ്ധമായ നിലപാട്, ഹിംസാത്മകമായ നിലപാട് എന്നും സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ഉപേക്ഷിച്ചാണെങ്കിൽ പറയട്ടെ. ഏതായാലും ഗവർണറെ മാനേജ് ചെയ്തു എന്ന്. അപ്പോൾ അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ആ പാർട്ടിയിൽപ്പെട്ടവരെ വെച്ചാൽ ഇവർക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവർക്ക് ആ യോഗ്യത ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവർ തന്നെ പറയുന്നത് പരിശോധിക്കട്ടെ. എന്തിന്? ഇക്ബാൽ പാർട്ടിക്കാരനല്ലേ? ഡോക്ടർ ബി ഇക്ബാൽ പാർട്ടിക്കാരനല്ലേ? പാർട്ടിക്കാരനല്ലാതെ ഇവർ വെച്ചേക്കണ ഒരാളുടെ ഒരു വൈസ് ചാൻസലറുടെ പേര് പറയൂ പാർട്ടിക്കാരനല്ലാത്തത്. അല്ലെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് വല്ലതും കൊടുത്തതായിരിക്കണം. അപ്പം പാർട്ടിക്കാരെ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ശത്രുവായി. അർലേക്കറിന്റെ മുന്നിൽ ഒന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള കാര്യം നമുക്ക് അന്നേരത്ത് അറിയാൻ പറ്റും. ഏതായാലും പിണറായിയുടെ അജണ്ട നടപ്പാക്കാനല്ല ഇനി അർലേക്കർ വന്നിരിക്കുന്നത്. ഇവർ ഈ മഹാന്മാരായിട്ടുള്ള ഏറ്റവും വലിയ അക്കാദമീഷ്യൻസിനെ എടുത്തു വെച്ചു എന്നാണല്ലോ പറയണത്. അങ്ങനെയുള്ള മഹാന്മാരായി അക്കാദമീഷ്യൻസ് ഭരിച്ച് യൂണിവേഴ്സിറ്റി എവിടെ എത്തിച്ചു എന്നും കൂടി ഇവർ പറയണ്ടേ? അതെ, തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തൊന്നും മര്യാദ പറയുന്നവർ മാത്രമാണ്. അല്ലാണ്ട് അവർക്ക് അതിനകത്ത് വേറെ ഈ കാര്യങ്ങളിലൊന്നും ഒരു ഇതുമില്ല. അതായത് നമ്മുടെ പത്രലേഖകർ നമ്മുടെ ഗവർണറുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെ പിണറായിട്ട് നല്ല ബന്ധം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനോ എന്ന് ചോദിച്ചു. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. മാപ്രകൾ അവർക്കൊരു കുനിഷ്ടുണ്ടായിരുന്നു. എങ്ങാനും ആരിഫ് ചെയ്തത് ശരിയായില്ലെന്നോ, ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ശരിയായില്ലല്ലോ എന്നോ മറ്റ പറഞ്ഞാൽ ഒരു മെയിൻ സ്റ്റോറി ആക്കാം എന്ന് കരുതി പോയതാണ്. അല്ല, അങ്ങനെയല്ല. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകർ മാപ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. പത്രപ്രവർത്തനത്തിനൊക്കെ ഒരു വലിയൊരു ഭൂതകാലം ഉണ്ടായിരുന്നു.
ആ വലിയ ഭൂതകാലത്തു നിന്നെല്ലാം പോന്നിട്ട് ഇതിനെ മാപ്രയാക്കി മാറ്റി, ആ മാപ്രയാക്കി മാറ്റുന്നതിൽ പത്രപ്രവർത്തകരും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആത്മപരിശോധന അവരും നടത്തിട്ടാണ്. നടത്തുക. ഏതായാലും CPM കരുതുന്ന പോലെ അങ്ങനെ മാനേജബിൾ ഹീസ് നോട്ട് എ മാനേജബിൾ മെറ്റീരിയൽ. അതെ, അത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അത് ഓർമ്മിച്ചാൽ അവർക്ക് കൊള്ളാം. അതിൽ നല്ലതാണെന്ന് അദ്ദേഹം ഇന്നലെ ഇത് പറഞ്ഞു. ഇത് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. 2 കൈയും കുട്ടിയടിച്ചാലല്ലേ ഒച്ച കേൾക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിണറായിക്കിട്ട് നൈസായിട്ടൊരു കുത്തു കൊടുത്തതാണ്. അല്ല പിണറായി അത് ചെയ്തിരുന്നു. അത് പിണറായി അംഗീകരിക്കുമല്ലോ. അതെ അതെ, അത്രയൊക്കെ അംഗീകരിക്കാനുള്ള സത്യസന്ധത പിണറായിക്കുണ്ട്. ആകെ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പിണറായിയാണ്. നല്ല യാഥാർത്ഥ്യബോധമുണ്ട്. പിന്നെ പുള്ളി ഇതൊന്നും പറയാറില്ല. ഇപ്പം ശ്രദ്ധിച്ചാ, പുള്ളി വർഗസമരവും പറയാറില്ല, ഇതും വിപ്ലവം പറയാറില്ല. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഈ ഗോവിന്ദൻ ഇടക്കിടക്ക് പറയും. അതെന്താ കാര്യം വെച്ചാൽ ഗോവിന്ദൻ ഇത് വേണ്ടത്ര ഒരു ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് തനിക്കുണ്ട് എന്ന് ആളുകൾ ധരിക്കുമോ എന്ന ശങ്ക വരുമ്പോഴാണ് അദ്ദേഹം ഇടക്കിടക്ക് കടുകട്ടിയായ സിദ്ധാന്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് മനസ്സിലാവത്തില്ല, ഇല്ല, ലോകത്ത് ആർക്കും മനസ്സിലാവില്ല. അത് ഇപ്പോഴത്തെ സെക്രട്ടറി, ഇപ്പോഴത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞാലും മോശമല്ല. കോവിഡിനെതിരെയുള്ള സമരം അത് സാമ്രാജ്യത്തൊക്കെ വന്നു അങ്ങനെയല്ല, ഡീപ്പ് റൂട്ടഡ് ആയിരിക്കുന്ന ക്യാപിറ്റലിസത്തിനെതിരെ നടക്കുന്ന ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണെന്ന്. കോവിഡിന് എന്ത് ക്യാപിറ്റലിസം? മുതലാളിയും തൊഴിലാളിയും നോക്കിയിട്ടാണ് കോവിഡ് പിടിക്കുന്നത്. ആ രീതിയിലുള്ള മണ്ടത്തരം അതൊന്നും പിണറായി പറയില്ല കേട്ടോ. അതെ, വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയേ അദ്ദേഹം പറയുള്ളൂ. ഏതായാലും ഈ നമ്മുടെ ഗവർണറെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ ബോധം കൂടി അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. ഉണ്ടാകുന്നാൽ അദ്ദേഹത്തിന് കൊള്ളാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം പോക്കാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.